Hi everyone, welcome back to English Ladder. ഇംഗ്ലീഷ് ലാഡറിൻ്റെ പുതിയൊരു ലേണിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഉച്ചാരണത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മലയാളം സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചില ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. അതായത് ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴാണെങ്കിലും മലയാളം സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ചില ഇംഗ്ലീഷ് വാക്കുകൾ. അതിൽ തന്നെ നമ്മൾ മിസ്പ്രൊനൗൺസ് ചെയ്യുന്ന ചില വാക്കുകളുണ്ട്. അതായത് സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ്, എന്നാൽ നമുക്ക് അതിൻ്റെ ഉച്ചാരണത്തെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത ചില വാക്കുകളുണ്ട്. ചെറിയ ചെറിയ ചില മിസ്റ്റേക്ക് ആയിരിക്കാം, നമ്മൾ കേട്ട് വന്നതിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെയോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ പഠിപ്പിച്ചതിൻ്റെയോ ഒക്കെ ഫലമായിട്ട് വന്ന മിസ്റ്റേക്സ് ആവാം. അപ്പോൾ അങ്ങനെയുള്ള 15ഓളം വാക്കുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ വാക്കിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ വീട്ടിൽ ടാപ്പ് കേടായി അല്ലെങ്കിൽ ഒരു ലീക്ക് വന്നു. അപ്പോൾ നമ്മൾ ആരെയാണ് വിളിക്കുന്നത്? ആ പ്ലംബറെ വിളിക്കും അല്ലേ? നമ്മൾ എന്താ പറയുന്നത്? പ്ലംബറെ വിളിക്കുക. അത് പ്ലംബർ ആണോ? അല്ല, അതിൻ്റെ യഥാർത്ഥ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയാണ്, പ്ലമർ. എന്താണ്? പ്ലമർ. പ്ലംബർ അല്ല, പ്ലമർ. അപ്പോൾ ചിലർക്ക് തോന്നും ഞങ്ങൾ ഇങ്ങനെയാണല്ലോ ഉപയോഗിച്ച് വന്നതെന്ന്. ശരിയാണ്, പലരും ഈ രീതിയിലാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. പക്ഷേ അത് തെറ്റാണ്. ഐ റിപ്പീറ്റ് ദ റൈറ്റ് പ്രൊനൗൺസിയേഷൻ, പ്ലമർ. എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞ്, പ്ലമർ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ വാക്കിലേക്ക് പോവാം. പോലീസ്. ഇത് വാക്ക് നോക്കിയേ, പോലീസ് അല്ലേ? പോലീസ് സ്റ്റേഷൻ, പോലീസുകാർ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ പോലീസിനെ വിളി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. ഇതിൻ്റെ യഥാർത്ഥ ഉച്ചാരണം പോലീസ് എന്നാണോ? അല്ല, അതിങ്ങനെയാണ്, പോലീസ്. എങ്ങനെ? പോലീസ്. പോ എന്ന് പറയുന്നൊരു സൗണ്ട് ഇല്ല, ഇറ്റ്സ് പോലീസ്. പോലീസ്. അത് ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനിയുള്ള കോൺവെർസേഷനിലൊക്കെ നിങ്ങളിത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നോക്കുക. പോലീസ് അല്ല, പോലീസ്. പോലീസ്. ഓൾറൈറ്റ്. ഇനി മൂന്നാമത്തെ വാക്ക്, കടം. എനിക്ക് ബാങ്കിൽ കുറച്ച് കടമുണ്ട് കേട്ടോ. കുറച്ച് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് ആളുകൾ പറയും ഡെപ്റ്റ് ഉണ്ട്. ഡെപ്റ്റ്, DEBT. കണ്ടോ വാക്ക് കണ്ടോ? ഡെപ്റ്റ്. ഇത് ഡെപ്റ്റ് എന്നാണോ പറയേണ്ടത്? അല്ല, ഇറ്റ് ഷുഡ് ബി ഡെറ്റ്. എന്താണ്? ഡെറ്റ്. ആ ബി എന്ന് പറയുന്ന ലെറ്റർ അവിടെ സൈലന്റ് ആണ്. അതായത് ആ ലെറ്ററും ഇല്ല, സൗണ്ടും ഇല്ല. ഇത് സൈലന്റ് ആയിട്ട് വരും. പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ പോകുന്നു, ഡെറ്റ്. ഡെറ്റ്. ഒന്ന് റിപ്പീറ്റ് ചെയ്ത്, ഡെറ്റ്. ഇനി തെറ്റിക്കല്ല. ഇനി നാലാമത്തെ വാക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാക്കാണ് കേട്ടോ. പലരും തെറ്റ് വരുന്നൊരു വാക്കാണ്. കുറച്ച് വെള്ളം വേണം. വെള്ളത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ വിളിക്കുക? എന്ത് സിമ്പിൾ ചോദ്യമല്ലേ, വാട്ടർ ആണോ? അതിൻ്റെ ഉച്ചാരണത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് വാട്ടർ അല്ല, അത് വാട്ടർ. വാട്ടർ. ഇവിടെ തന്നെ ചെറിയൊരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതായത് നമുക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ്, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഇംഗ്ലീഷ് ഉണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വാക്കിൻ്റെ അവസാനമുള്ള റ് സൗണ്ട്, അതായത് വാട്ടർ എന്ന് നിങ്ങൾ പറയുന്ന ആ റ് എന്ന് പറയുന്ന സൗണ്ട് നമുക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നില്ല. പകരം അവരിങ്ങനെ പറയും വാട്ടർ, വാട്ടർ. അതുപോലെ തന്നെ അമേരിക്കൻ ഇംഗ്ലീഷിലാണെങ്കിലോ റ് സൗണ്ട് കയറി വരുന്നുണ്ട്, വാട്ടർ, വാട്ടർ. കണ്ടോ? അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാ അല്ല, വോ. വാട്ടർ, വാട്ടർ. ഒന്ന് റിപ്പീറ്റ് ചെയ്ത്, ക്യാൻ ഐ ഗെറ്റ് സം വാട്ടർ. നമ്മളൊക്കെ നോർമലി വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് കേട്ടോ. ഇതുപോലെ തന്നെ വരുന്ന കാറ്റഗറിയിലുള്ളതാണ് എന്ത് എന്ന് ചോദിക്കുന്ന വാക്ക്. വാട്ട് അല്ല, വാട്ട്. വാട്ട്. വാട്ട്സ് യുവർ നെയിം. വാട്ട്സ് യുവർ നെയിം. കണ്ടോ? വ്. ഓക്കെ, സോ വാക്ക് ക്ലിയർ ആയല്ലോ, വാട്ടർ. ഇനി അടുത്ത വാക്ക്, ചോദ്യം. ചോദ്യത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ഇതെന്തൊരു ചോദ്യമല്ലേ? അതിൻ്റെ വാക്കാണ് ക്വസ്റ്റ്യൻ. നമ്മളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ കേട്ടിട്ട് കാണും ക്വസ്റ്റ്യൻ പേപ്പർ. മലയാളത്തിൽ ക്വസ്റ്റ്യൻ എന്ന് തന്നെയാണ് ആളുകൾ എഴുതുന്നത്. പക്ഷേ അവിടുത്തെ സൗണ്ട് ട് അല്ല. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇറ്റ് ഷുഡ് ബി ക്വസ്റ്റ്യൻ. ച. ട് സൗണ്ട് അല്ല, ച സൗണ്ടാണ് കയറി വരുന്നത്. അപ്പോൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം? ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യത്തെ സൗണ്ട് ക്യൂ അല്ല, ക്വ്. ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ. കണ്ടോ? ആ ആദ്യത്തെ സൗണ്ടും അതുപോലെ ച എന്ന് പറയുന്ന സൗണ്ട് നിങ്ങൾ പ്രത്യേകം മനസ്സിൽ വെക്കുക. ഇനി ചോദ്യം എന്ന് പറയുമ്പോൾ ഒരു ഡൗട്ടും ഇല്ലാണ്ട് കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അടുത്തതാണ് ബ്ലഡ്. വാക്ക് കണ്ടോ? ബ്ലഡ് അല്ല. നിങ്ങൾ വായിച്ചിട്ട് കാണും ബ്ലഡ് ബാങ്ക് അല്ലേ, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്. കറക്റ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്? ബ്ലഡ്, ബ്ലഡ്. ബ്ലഡ് അല്ല, ബ്ലഡ്. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആണ്. ഇതൊക്കെ ചെറിയ മിസ്റ്റേക്സ് ആണ് കേട്ടോ. പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് നേറ്റീവ് സ്പീക്കേഴ്സിനൊക്കെ അടുത്ത് സംസാരിക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോവാം. അടുത്ത വാക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ മിക്കവരും ഈ തെറ്റ് വരുത്തുന്നുണ്ട്.
അതായത് ഈ വാക്ക് നോക്കിയേ, നിങ്ങളിത് എങ്ങനെയാണ് വായിക്കുന്നത്? അതായത് നമ്മൾ ഒരാൾക്കൊരു സംഭാവന കൊടുക്കുന്നു അല്ലേ, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോയി കുട്ടികളുടെ ഫീസ് അടയ്ക്കുന്നു, എന്നിട്ട് നമുക്കൊരു പേപ്പർ കഷ്ണത്തിൽ ആ എമൗണ്ട് എഴുതി തരുന്നു അല്ലേ, ഒരു ബില്ലായിട്ട് തരുന്നു. അത് നമ്മൾ വിളിക്കുന്നത് എന്താണ്? റെസീപ്റ്റ് എന്നല്ലേ പലരും പറയുന്നത്. അങ്ങനെയാണോ അത് പറയേണ്ടത്? ഇതിനെ നാടൻ ഭാഷയിൽ മലയാളത്തിലെ ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്നറിയാവോ? രസീത്. രസീത് എന്നാണ് ആളുകൾ വിളിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ വരുമ്പോൾ പലർക്കും തെറ്റ് വരുന്നുണ്ട്. അവരിങ്ങനെ പറയും റെസീപ്റ്റ് എന്ന് പറയും, റെസീപ്റ്റ്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ഉച്ചാരണം ഇങ്ങനെയാണ്, റിസീറ്റ്. റിസീറ്റ്. ഓക്കെ, റിസീറ്റ് ഇങ്ങനെയാണ് വരേണ്ടത്. റെസീപ്റ്റ് അല്ല. പി അവിടെ സൈലന്റ് ആണ്. ആദ്യം തന്നെ റേ അല്ല സൗണ്ട് വരുന്നത്, റിസീറ്റ്. റിസീറ്റ്. ഒന്ന് എൻ്റെ ഒപ്പം പറഞ്ഞ്, റിസീറ്റ്. എന്താണ്? റിസീറ്റ്. ക്ലിയർ ആണല്ലോ? ഇനി എല്ലാവരും തന്നെ മിസ്റ്റേക്ക് വരുന്നൊരു വാക്കാണ് ഇനി പറയാൻ പോകുന്നത്. ഈ വാക്ക് നല്ല വിദ്യാസമ്പന്നരായ ആളുകൾ പോലും തെറ്റുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം കുറച്ച് കൺഫ്യൂസിങ് ആണ് ഇതിൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ വാക്ക് നിങ്ങൾ എങ്ങനെയാണ് ഇത് ഉച്ചരിക്കുന്നത്? അപ്രീസിയേഷൻ അങ്ങനെയാണോ? പലരും ഇതിനെ അപ്രീസിയേഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അപ്രീസിയേഷൻ എന്നല്ല. ഇറ്റ് ഷുഡ് ബി അപ്രീഷിയേഷൻ. അപ്രീഷിയേഷൻ. കണ്ടോ, അപ്രീസി അല്ല, ഷീ. ആ സൗണ്ടാണ് വരുന്നത്. ചിലപ്പോൾ കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നാൻ കേട്ടോ, കാരണം ആദ്യമായിട്ടായിരിക്കും നിങ്ങളിത് ശ്രദ്ധിക്കുന്നത്. പക്ഷേ യഥാർത്ഥ ഉച്ചാരണം ഇങ്ങനെയാണ്, അപ്രീഷിയേഷൻ. ഒന്ന് പറഞ്ഞ്, അപ്രീഷിയേഷൻ. ഓൾറൈറ്റ്, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനിയും ഈ വാക്ക് ഏതെങ്കിലും സെൻറ്റൻസിൽ ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രമിക്കണം. ഇനി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇതൊരു വീഡിയോ അല്ലേ, വീഡിയോ കാസറ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ട്. വീഡിയോ എടുക്കുവാണ്, യൂട്യൂബിൽ വീഡിയോ കാണുവാണ്. ഇതാണോ അതിൻ്റെ യഥാർത്ഥ ഉച്ചാരണം? ഇറ്റ് മസ്റ്റ് ബി വീഡിയോ. വീഡിയോ. ഓക്കെ, ക്ലിയർ അല്ലേ? വീഡിയോ അല്ല, വീഡിയോ. വീഡിയോ. ക്ലിയർ ആണല്ലോ? ആദ്യം നമ്മൾ നീട്ടി വി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇറ്റ് ഷുഡ് ബി ഷോർട്ട്. വീഡിയോ. ക്ലിയർ ആണല്ലോ? ഒന്ന് പറഞ്ഞു നോക്കിയേ, വീഡിയോ. ഐ എം വാച്ചിങ് എ വീഡിയോ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. പ്രത്യേകിച്ച് യൂട്യൂബിൽ കാണുന്നൊരു സാധനമാണിത് കേട്ടോ. യൂട്യൂബിൽ നമുക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുവോ, കോമൻറ്റ് ചെയ്യുവോ? അല്ലെ, ആളുകൾക്ക് സംശയം തോന്നാം. സി, ഈ വാക്കിന് നിങ്ങൾ കണ്ടല്ലോ വാക്ക്, ഈ വാക്കിന് രണ്ട് ഉച്ചാരണങ്ങളുണ്ട്. ഒന്ന് കോമൻറ്റ്. കോമൻറ്റ് അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് കേട്ടോ. എന്നാൽ ഇതിന് അമേരിക്കക്കാർ എങ്ങനെയാണ് പറയുന്നത്? കമൻറ്റ്. കമൻറ്റ്. സി, ഒന്നിൽ സൗണ്ട് കോമൻറ്റ് എന്നാണെങ്കിൽ മറ്റേതിൽ കമൻറ്റ് എന്നായി. അപ്പോൾ രണ്ടും നമുക്ക് ഉപയോഗിക്കാം. ചിലർ പറയും കമൻ്റ് ആണ് ശരി, ചിലർ പറയും കോമൻ്റ് ആണ് ശരി. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ഡിഫറൻസ് മനസ്സിലാക്കുക. ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും ഇത് തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് നമ്മൾ ഭാവിയിൽ കുറച്ച് വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച്. അപ്പോൾ ഈ വാക്കൊന്ന് മനസ്സിൽ വെച്ചു, കോമൻറ്റ് വിച്ച് ഇസ് ബ്രിട്ടീഷ്, കോമൻറ്റ് വിച്ച് ഇസ് അമേരിക്കൻ. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് നിങ്ങൾ വായിക്കുന്നത്? സാഷെറ്റ് അല്ല കേട്ടോ, അത് സാഷേ. സാഷേ. ശ്രദ്ധിച്ചേ, ഇതെന്ത് സാധനം എന്ന് മനസ്സിലായോ? നമ്മൾ ചെറിയ കടയിലൊക്കെ പോകുമ്പം ഈ ക്ലിനിക് പ്ലസ് ഒക്കെ പോലെയുള്ള ഷാമ്പു അല്ലെങ്കിൽ ചെറിയ ബൂസ്റ്റ് ഒക്കെ പാക്കറ്റായിട്ട് തൂക്കിയിട്ടിട്ടുണ്ടാവില്ലേ, സാമ്പിൾ പാക്ക് എന്നൊക്കെ നമുക്ക് പറയാം. അതിനെയാണ് നമ്മൾ പറയുന്നത് സാഷേ എന്ന്. സാഷെറ്റ് അല്ല, സാഷേ. ഒന്ന് പറഞ്ഞ്, സാഷേ. ഈ മിസ്റ്റേക്ക് ഇനി വരുത്തരുത് കേട്ടോ. പലരും കോമൺ ആയിട്ട് വരുന്ന വേറൊരു മിസ്റ്റേക്കാണിത്. ഇനി അടുത്തൊരു വാക്ക് സ്കൂളിലെയും കോളേജിലൊക്കെ കോമൺ ആയിട്ടുള്ളൊരു വാക്കാണ് എക്സാം. എക്സാം. എക്സാം എന്നാണോ പറയേണ്ടത്? അല്ല, അവിടെ ചെറിയൊരു തെറ്റുണ്ട് കേട്ടോ. ഇറ്റ് മസ്റ്റ് ബി എക്സാം. സൗണ്ട് എ അല്ല, ഇ. എക്സാം. ഒന്ന് പറഞ്ഞ്, എക്സാം. എക്സാം. എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കോളൂ കേട്ടോ. കാരണം ഞാൻ എപ്പോഴും പറയണം, റിപ്പീറ്റ് ചെയ്യണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യാൻ കാരണം അങ്ങനെ നിങ്ങൾ പറയുമ്പോഴാണ് നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ കുറച്ചുകൂടെ കറക്റ്റ് ആവുന്നത്. ഇനി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലുമൊക്കെ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രൊനൗൺസിയേഷനിൽ ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഓൺലൈൻ ഡിക്ഷണറീസ് ഉപയോഗിക്കാം. കൃത്യമായിട്ടുള്ള ഉച്ചാരണം അത് നിങ്ങൾക്ക് തരും. അത് വെറുതെ ഗൂഗിളിൽ കയറി ടൈപ്പ് ചെയ്യരുത്. ഇൻസ്റ്റെഡ് ഒത്തൻറ്റിക് ആയിട്ടുള്ള ഡിക്ഷണറിയുടെ സൈറ്റിൽ മാത്രം കയറി ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഓക്സ്ഫോർഡ് അല്ലെങ്കിൽ കേംബ്രിഡ്ജ്, അതുപോലെ മക്മില്ലൻ, ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഓൺലൈൻ ഡിക്ഷണറീസ് ആണ്. അവിടെ നിങ്ങൾക്ക് കയറാം, വാക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, കേൾക്കാം, അതിൽ ട്രാൻസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. അപ്പം ഇങ്ങനെയുള്ള സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്താൽ നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. രാവിലെ വിശപ്പോടുകൂടി എണീക്കുന്നു, രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നു. രാവിലത്തെ ഭക്ഷണത്തിന് എന്താ ഇംഗ്ലീഷിൽ പറയുക? ബ്രേക്ക്ഫാസ്റ്റ് ആണോ? അല്ല, ഇറ്റ് ഷുഡ് ബി
ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ, അവിടെ ഷോർട്ടാണ്. ആദ്യത്തെ സൗണ്ടും രണ്ടാമത്തെ സൗണ്ടും ശ്രദ്ധിച്ച് നോക്കിയേ. ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ പറയുന്നത് എന്താ? ബ്രേക്ക് ഫാസ്റ്റ്. നോ, ഇറ്റ് ഷുഡ് ബി ബ്രേക്ക്ഫാസ്റ്റ്. ഒന്ന് പറഞ്ഞു നോക്കിയേ. I'm going to have my breakfast. I'm going to have my breakfast. കണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ്. ഒന്ന് റിപ്പീറ്റ് ചെയ്തോളൂ കേട്ടോ. കൃത്യമായിട്ട് യൂസ് ചെയ്യാനും ശ്രമിക്കണം. ഭക്ഷണം എന്താ നമ്മൾ അതിനെ വിളിക്കുക? ഫുഡ് അല്ലേ? കോമൺ ആയിട്ട് നമ്മൾ പറയും ഫുഡ് അടിക്കാം, ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡാണോ അത്? അല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇറ്റ് ഷുഡ് ബി ഫുഡ്. ഒരു നീളമുണ്ട് അവിടെ കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞ വാക്കിൽ ഷോർട്ടാന്ന് പറഞ്ഞു, എന്നാൽ ഇവിടെ നീളമുണ്ട്. ഫുഡ്. ഇറ്റ്സ് നോട്ട് ഫുഡ്, ഇറ്റ്സ് ഫുഡ്. ഒന്ന് പറഞ്ഞ് ഫുഡ്. ഓക്കെ, അപ്പം ഐ ഗോയിങ് ടു ഹാവ് മൈ ഫുഡ്. ഓക്കെ, ഫുഡ്. ആ ലോങ് ആയിട്ട് നിങ്ങൾ പറയാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ലാസ്റ്റ് വാക്കിലേക്ക് പോവാം. ഇതാണ് ലാസ്റ്റത്തെ വാക്ക്. കുറച്ച് നീളമുണ്ടല്ലേ? ഇതെങ്ങനെയാണ് നിങ്ങൾ ഉച്ചരിക്കുന്നത്? റിപ്പീറ്റേഷൻ? നോ, ഇറ്റ് ഷുഡ് ബി റെപ്പറ്റീഷൻ. റെപ്പറ്റീഷൻ. കണ്ടോ? റിപ്പീറ്റേഷൻ അല്ല. നമ്മുടെ ശരിക്കുള്ള ഒരു വാക്കുണ്ട് റിപ്പീറ്റ് എന്ന്. അതിനെ ബേസ് ചെയ്തിട്ടാണ് പലരും അങ്ങനെ ഉച്ചരിക്കുന്നത്. റിപ്പീറ്റ് എന്നുള്ള വാക്ക് ശരിയാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഈ വാക്ക് നമ്മൾ ഉച്ചരിക്കുന്നത് റെപ്പറ്റീഷൻ എന്നാണ്. സോ റിപ്പീറ്റ് ആൻഡ് റെപ്പറ്റീഷൻ. റിപ്പീറ്റ് എന്ന് വെച്ചാൽ ആവർത്തിക്കുക, റെപ്പറ്റീഷൻ എന്ന് വെച്ചാൽ ആവർത്തനം. ക്ലിയർ ആണല്ലോ? റെപ്പറ്റീഷൻ, റെപ്പറ്റീഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് 15 ഇംഗ്ലീഷ് വാക്കുകളാണ്. നമ്മൾ അനുദിന ജീവിതത്തിൽ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. പക്ഷെ പലപ്പോഴെങ്കിലും പലർക്കെങ്കിലും ഇതിൽ ചെറിയ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഉച്ചാരണം മനസ്സിലാക്കുക. നിങ്ങളുടെ കോൺവെർസേഷനിൽ ഇത് ഉപയോഗിക്കാൻ തുടങ്ങുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഈ വാക്കുകൾ അറിയില്ലാത്തവരെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും കൂടെ ശ്രമിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെയോ ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കാം. അവരും ഇംഗ്ലീഷ് കൃത്യമായിട്ട് ഉച്ചരിച്ച് തുടങ്ങട്ടെ. Thank you very much for watching. Wish you all a good day.